നമസ്കാരം. മരണശേഷം അവയവദാനം ചെയ്ത് മറ്റൊരാൾക്ക് പുതുജീവൻ നൽകുന്നുവെങ്കിൽ അതൊരു ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തി തന്നെയാണ്. ഇപ്പോഴിതാ അവയവദാനത്തിനായി 2 ആഴ്ചക്കിടെ ദാതാക്കളായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 1046 പേരാണ്. 2 ആഴ്ച മുൻപ് അപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 2 പേരായിരുന്നു ബിൽജിത്തും ഐസക്കും. ഒരിക്കലും നമുക്കവരെ മറക്കുവാൻ കഴിയുകയുമില്ല. നെടുമ്പാശ്ശേരി സ്വദേശി ബിൽജിത്തിന്റെ അവയവങ്ങൾ 7 പേർക്കായിരുന്നു ഉയിരേകിയത്. കൊട്ടാരക്കര സ്വദേശിയായ ഐസക്കിന്റെ അവയവങ്ങൾ 6 പേർക്കും പുതുജീവൻ നൽകി. വേർപാടിന്റെ വേദനയിലും അവയവദാനത്തിന് സന്നദ്ധരായ ഇരുവരുടെയും ഉറ്റവരെ കേരളം മനസ്സുകൊണ്ട് നമിക്കുകയായിരുന്നു. ഈ 2 സംഭവങ്ങൾക്കും ശേഷം മരണാനന്തര അവയവദാനത്തിന് സന്നദ്ധത അറിയിച്ചുകൊണ്ട് സർക്കാരിൻ്റെ കേസ് ഓട്ടോ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 1046 പേരാണ്. സെപ്റ്റംബർ 11 മുതലുള്ള 2 ആഴ്ചയിലെ കണക്കാണിത്. ഇതോടെ നാഷണൽ ഓർഗൻ ഡോണർ രജിസ്ട്രിയിൽ 11ാം സ്ഥാനത്തായിരുന്ന കേരളം ഇപ്പോൾ 10ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ്. 8258 പേരാണ് ഇപ്പോൾ ഈ പട്ടികയിലും ഉള്ളത്. മൃതസഞ്ജീവനി തുടങ്ങിയ കാലത്ത് അവയവദാനത്തിൽ കേരളത്തിൽ പുരോഗതി ഉണ്ടായിരുന്നു എങ്കിലും കഴിഞ്ഞ 5 വർഷം എണ്ണം കുറഞ്ഞു. സെപ്റ്റംബർ 11 വരെയുള്ള കണക്കനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത് 2875 രോഗികളാണ്. പൊതുസമൂഹം മരണാനന്തര അവയവദാനത്തിന് സന്നദ്ധരായി മുന്നോട്ട് വരുമ്പോൾ ആരോഗ്യ പ്രവർത്തകരുടെ ഉത്തരവാദിത്തവും പ്രധാനമാണെന്ന് കേസ് ഓട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൻ ഗ്രേഷ്യസ് പറയുന്നു. കേസ് ഓട്ടോയുടെ kesoauto.kerala.government.in എന്ന വെബ്സൈറ്റിൽ പ്ലെഡ്ജ് യുവർ ഓർഗൻ എന്നതിലോ നാഷണൽ ഓർഗൻ ഡോണർ രജിസ്ട്രിയുടെ noto.abdm.government.in രജിസ്റ്റർ എന്ന ലിങ്കിലോ ദാതാക്കളായി നമുക്ക് രജിസ്റ്റർ ചെയ്യാം.